മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കരിയില എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഒരു കൊട്ട കോഴിവളവും പിന്നെ ചാണക സ്ലറിയും. ഇനി നമുക്ക് ഈ ചാക്കിലേക്ക് കരിയില നിറച്ചു കൊടുക്കാം. കരിയില ആദ്യം ചാക്കിൽ നിറയ്ക്കുമ്പോൾ കുറച്ച് അധികം നിറയ്ക്കണം. അതിനുശേഷം നമ്മൾ ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ചാണക സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കോഴിവളം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കോഴിവളം സാധാരണ പച്ചക്കറികൾക്കൊന്നും നേരിട്ട് ഇട്ട് കൊടുക്കാറില്ല. കാരണം കോഴിവളത്തിന് ഭയങ്കര ചൂടായതുകൊണ്ട് ചെടികളുടെ വേരുകൾ നശിച്ചു പോവുകയും ചീഞ്ഞു പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചെടികളിൽ കുരുടിപ്പൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കരിയിലയുടെ കൂടെ ഇടുകയാണെങ്കിൽ നല്ലൊരു കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് നല്ല വളമായിട്ട്, പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടില്ലെങ്കിലും ഈ കോഴിവളം ഇട്ട കരിയില കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പോലെ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും. ഇതുപോലെ കരിയില ഇട്ട ശേഷം നമ്മൾ ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചാക്ക് നിറച്ച് വെക്കണം. കരിയില ഇട്ട ശേഷം വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ കെട്ടി എടുത്ത് വയ്ക്കാം. ഇത് നല്ലപോലെ കെട്ടി നമുക്ക് തണലത്ത് സൂക്ഷിക്കാം. ഇത് മഴ നനയുകയൊന്നും ചെയ്യാതെ സൂക്ഷിച്ച് വെക്കണം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വെള്ളം വലിയുന്നതിനനുസരിച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നത് കരിയിലകൾ പൊടിഞ്ഞു വരാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്കിനി ഇത് നല്ലപോലെ കെട്ടി തണലത്ത് സൂക്ഷിച്ച് വെക്കാം. 2 മാസത്തിന് ശേഷം നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റ് നമുക്ക് കിട്ടും. ഇത് എല്ലാത്തരം പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലൊരു വളമാണ്.